അത് 20 റക്അത്ത് നടപ്പാക്കിയപ്പോ ഏതെങ്കിലും ഒരു സഹാബി ഉമറുൽ ഫാറൂഖിന്റെ സ്വന്തം വകയാണ് എങ്കിൽ മാറി പിടിക്കില്ലേ? നേരെ മറിച്ച് ലോകത്താരും ചെയ്തില്ല, ആരും ചോദിച്ചില്ല. അന്ന് മുതൽ ഇക്കഴിഞ്ഞ റമദാൻ വരെ ഇവിടെ ഹറമിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇക്കഴിഞ്ഞ റമദാൻ വരെ ഉമറുൽ ഫാറൂഖ് നടപ്പാക്കി 20 റക്അത്ത് അതാ ചെയ്തു വരുന്നു. അത് റസൂലുള്ള നിസ്കരിക്കാത്ത 20 എങ്കിൽ സ്വഹാബത്ത് വെറുതെ വിടുമായിരുന്നില്ല. ആ ഉമറുൽ ഫാറൂഖ് അവരും ബിദ്അത്താണ് നടപ്പാക്കിയത് എന്ന് പറയുന്ന നന്ദികെട്ട വർഗങ്ങള് നാട്ടിലൊക്കെ നടക്കുമ്പോ ചെറുപ്പക്കാരെ ഈമാൻ സൂക്ഷിക്കുക. എവിടെ എത്തിയെന്നറിയോ? നബിത്തങ്ങളെ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പള്ളി വൃത്തിയാക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. റസൂലുള്ളാഹിനെ പള്ളിക്ക് പുറത്താക്കി പള്ളി വൃത്തിയാക്കിയിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. ആരാണ് പറയുന്നത്? കേരളക്കരയുള്ള മലയാളികൾപ്പെട്ട ഒരു പറ്റം ആളുകള് റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ തച്ച് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് ആ ഭരണം കിട്ടിയാൽ മുഹമ്മദിനെ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പള്ളി വൃത്തിയാക്കിയിട്ടേ ഇനി ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ. റസൂലിന് കിടക്കുന്ന സ്ഥലം നജസാണോ? നബി തങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പള്ളി വൃത്തിയാക്കണമെന്ന് പറയുന്നത് ഈ നാട്ടിലെ വിദഅത്തുകാരൻ സങ്കരംകുളത്തും വയനാട്ടിലും കോടികൾ പടത്തിക്കൊണ്ട് തുടക്കുന്ന ഇസ്ലാമിനെ തകർക്കുന്ന നന്ദികെട്ടവരുണ്ടല്ലോ, അവരാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റെ ആയിഷ, ഞാൻ ഈ പ്രസംഗം നിർത്തട്ടെ. നബി തങ്ങളെ മതി അങ്ങനെ പറയുമ്പോ കൂടിപ്പോകും, സമയം പോകുന്നത് അറിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളങ്ങ് വഫാത്തായി ഓടി ചെന്നിട്ട് വാതിലങ്ങ് മുട്ടുന്നു സിദ്ദീഖുൽ അക്ബർ. ആരാണ് മുട്ടുന്നത്? മോളെ ഉപ്പയാണ്, മോളെ വാപ്പയാണ്. തുറന്നപ്പോ വാപ്പ കരയുന്നു. എന്തിനാണ് ഉപ്പ കരയുന്നത്? റസൂലുള്ള വിട പറഞ്ഞ വേദന തീർന്നിട്ടില്ല. മോളെ ആയിഷ, എനിക്കൊരു ആഗ്രഹവുമില്ല. നിന്റെ വീട്ടിലല്ലേ റസൂലുള്ള കിടക്കുന്നത്? ആ കിടക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട്ടിൽ മോളെ ആയിഷ ഈ ഉപ്പാക്കൊരു ഇരിപ്പിടം നൽകോ. വേറൊരു ആഗ്രഹവും എനിക്കില്ല. നീ അത് സമ്മതിച്ചാൽ ഞാനൊരു ഭാഗ്യവാനാണ്. ഉപ്പ അവിടുത്തെ ആഗ്രഹമല്ലേ എന്റെയും ആഗ്രഹം. അൽഹംദുലില്ലാഹ്, സിദ്ദീഖ് തങ്ങളുടെ മോഹം അവിടെ കിടക്കലാണ്. അത് പൂവണിയുകയാണ്. ലോകത്തോട് ഇവിടെ പറഞ്ഞു. സ്വഹാബികൾ മുഴുവനും അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു. ഉമറുൽ ഫാറൂഖ് ജനാസ കൊണ്ടുപോകുമ്പോ കൂടെയുണ്ട്. ആ ഉമറിന്റെ മനസ്സിലുള്ള ആഗ്രഹം, പടച്ചവരെ എന്റെ സിദ്ദീഖ് കിടക്കുന്ന സിദ്ദീഖിന്റെ കാലിന്റെ ചുവട്ടിൽ എനിക്ക് കിടക്കാൻ കഴിയോ? ഉമർ അതാ ദുആ ചെയ്യുന്നു. അവസാനം ശത്രുവിന്റെ കുത്തേറ്റ് അകത്തെ പള്ളിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോനെ അബ്ദുള്ളയെ മാടി വിളിച്ചിട്ട് ഉമ്മയായ ആയിഷ ബീവിയോട് ചെന്നിട്ട് പറയോ, ഉമ്മ എന്റെ വാപ്പ ശത്രുവിന്റെ കുത്തേറ്റ് പിടയുകയാണ്, കുടൽമാലകൾ പുറത്തു ചാടത്തക്ക വിധത്തിൽ പിടയുകയാണ്. ഉമ്മ, എന്റെ വാപ്പാക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ ഉപ്പയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. ആയിഷ ബീവി തരിച്ചു നിൽക്കുകയാണ്. പുറത്തവരെ എന്റെ വാപ്പയായ സിദ്ദീഖ് തങ്ങളും എന്റെ ഉമ്മയായ എന്റെ ഭർത്താവായ റസൂലുള്ളാഹിയും കിടക്കുന്ന സ്ഥലത്ത് എനിക്കവിടെ കിടക്കണം. അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെട്ടാൽ അവിടെ എനിക്ക് കിടക്കാനുള്ള അർഹതയില്ല. മോനെ, നിങ്ങളുടെ വാപ്പാക്ക് ഞാൻ സമ്മതം നൽകി. ഓടി വരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. പിടയുന്ന വാപ്പ ചോദിക്കുന്നു, ഉപ്പ മോനെ എന്താണ് ഉമ്മ പറഞ്ഞത്? ഉപ്പാ, ആയിഷ ബീവി സമ്മതിച്ചു ഉപ്പാ. അർഹമുർറഹീമായ റബ്ബ് നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തി തെരുമാറാവട്ടെ.